വയനാട് പനമരം പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളേക്ക് മാറ്റി. UDF അംഗങ്ങൾ എത്താത്തതോടെ ക്വാറം തികയാത്തതിനാലാണ് തെരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റിവെച്ചത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ UDF-ൽ ആശയക്കുഴപ്പമെന്ന് CPIM ആരോപിച്ചു. ഇന്ന് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണ്. ഇത്രയും വലിയ മാധ്യമക്കാരും പോലീസും എല്ലാ സന്നാഹത്തെയും ഇവിടെ കൊണ്ടുവന്ന് ബഹുജനങ്ങളെയെല്ലാം ഇന്ന് ഏപ്രിൽ ഫൂൾ ആക്കിയതുപോലെയാണ് UDF ഇവിടെ നമ്മളെ വഞ്ചിച്ചത്. ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ ജനങ്ങളെ വഞ്ചിച്ച, ഈ പനമര പഞ്ചായത്തിലെ മുഴുവൻ ജനവാസികളെയും വഞ്ചിച്ച ഈ UDF-ന് ഒരു പ്രസിഡന്റിനെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാതെ കഴിവുകെട്ട രീതിയിലേക്കുള്ള ഈ മുന്നണിയെയാണോ നമ്മുടെ പനമരം ഗ്രാമപഞ്ചായത്തിൽ ഇനി നമ്മളെ ഭരണത്തിൽ കൊണ്ടുവരേണ്ടത്? സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഈ ക്വാറം തികയാതെ പോയ സാഹചര്യത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. എന്താണ് സംഭവിച്ചത്? ഗോപി, പനമരം പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ 23 അംഗങ്ങളാണുള്ളത്. അതിൽ 11 LDF, 11 UDF, ഒരു BJP എന്നുള്ള നിലയിലാണ് കക്ഷിനില. അതിൽ LDF-ലെ JDS പാർട്ടിയിലെ ബെന്നി ചെറിയാൻ പാർട്ടി അദ്ദേഹം ഈ വിഷയത്തിൽ അവിശ്വാസത്തിന് UDF കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായ നിലപാടെടുത്തു. ആ നിലപാടെടുത്തതിന്റെ മുകളിൽ ആസ്റ്റി ടീച്ചർ എന്ന് പറയുന്ന CPM-ലെ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഇന്നാണ് ഈ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. ആ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്ന ഘട്ടത്തിൽ LDF-ലെ മുഴുവൻ അംഗങ്ങളും എത്തിയിരുന്നു. പക്ഷേ UDF-ലെ ഒരു അംഗം എത്തിയില്ല. അതേ തുടർന്നാണ് ഇന്നത്തെ ഈ വോട്ടെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ബെന്നി ചെറിയാൻ പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF-നെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ 12 അംഗങ്ങൾ എന്നുള്ള തരത്തിലേക്ക് മാറുക. 12 എന്നുള്ള നിലയിൽ 10, 1 എന്നുള്ള നിലയിലേക്ക് കക്ഷിനില മാറും. അങ്ങനെ 12 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി UDF അധികാരത്തിലെത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇന്ന് UDF-ലെ ഒരു അംഗം വിട്ടുവന്നു. സ്വാഭാവികമായും അതിൽ അതിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നില്ല. നാളെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് പറയുന്നത്. 4 വനിതാ അംഗങ്ങൾ UDF-ലുണ്ട്. അതിൽ വനിതാ സംവരണമുള്ള പഞ്ചായത്താണിത്. അതിലൊരാളെ തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. CPM ആരോപിക്കുന്ന കാര്യം ഇതിൽ പ്രധാനമായും ഈ 4 അംഗങ്ങൾ തമ്മിൽ ആരാകണമെന്നത് സംബന്ധിച്ചുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് UDF-ന് ആരാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നുള്ളതാണ് ഇവർ വിശദീകരിക്കുന്നത്, CPM വിശദീകരിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്.